സന്നിധാനത്ത് വീണ്ടും തിരക്ക് വർദ്ധിക്കുകയാണ്. മരക്കൂട്ടം വരെ ഭക്തരുടെ നീണ്ട നിരയെന്നുള്ള വിവരം വരുന്നു. 6 മണിക്കൂറിൽ അധികം സമയം ക്യൂ നിൽക്കേണ്ടി വരികയാണ് ഭക്തർക്ക് ദർശനത്തിനു വേണ്ടി. നേരത്തെ വലിയ അനിയന്ത്രിതമായിട്ടുള്ള തിരക്കുണ്ടായതിനെ തുടർന്ന് വലിയ നടപടികൾ സന്നിധാനത്ത് സ്വീകരിച്ചു തുടങ്ങിയിരുന്നു. പിന്നീടാണ് സ്പോട്ട് ബുക്കിംഗ് 5000 വരെ നിജപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നത്. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സോണൽ, ഇപ്പോൾ വീണ്ടും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇങ്ങനെ തിരക്ക് കൂടാൻ ഇന്നിപ്പോൾ കാരണം എന്താണ്? സന്നിധാനത്ത് വീണ്ടും തിരക്കേറിയിരിക്കുകയാണ്. മരക്കൂട്ടം വരെ ഭക്തരുടെ നീണ്ട നിര ഉണ്ടാകുന്നു. 6 മണിക്കൂറിലധികം സമയമാണ് ഇവരെല്ലാവരും കാത്തു നിൽക്കുന്നത് അയ്യപ്പ ദർശനത്തിനായി. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. കുഞ്ഞു കുട്ടികളെ ഉൾപ്പെടെയുള്ളവരെ തലയിലേറ്റിക്കൊണ്ട് നിൽക്കുന്ന ആളുകൾ ഇത്രയും മണിക്കൂറുകൾ നിൽക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം അറിയാം. എത്രയും പെട്ടെന്ന് അതിലൊക്കെ പരിഹാരം ഉണ്ടാകണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു, കടുത്ത നിർദ്ദേശമുണ്ടായിരുന്നു. പിന്നാലെയാണ് ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയത്. ഇന്നിപ്പോൾ വീണ്ടും ഈ വൈകുന്നേരത്ത് സന്നിധാനത്ത് തിരക്ക് കൂടുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. സോണൽ, എന്താണ് പെട്ടെന്ന് തിരക്കിലേക്ക് എത്താനുണ്ടായ കാരണം എന്താണ്? ഈ 6 മണിക്കൂറിലധികം സമയമായി ആളുകൾ ക്യൂ നിൽക്കുന്നു എന്നറിയുന്നു. ക്രമീകരണങ്ങൾ എവിടെയാണ്? പാളുകയാണ്? എന്താണ് സംഭവിക്കുന്നത്? അക്ഷയ, പ്രധാനമായി പറയേണ്ടത് സന്നിധാനത്ത് ഇപ്പോൾ തിരക്കൽപ്പം കുറവുണ്ട്. പക്ഷേ കാനനപാതയിൽ മരക്കൂട്ടം മുതൽ ഇങ്ങോട്ടേക്ക് തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഭക്തരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത്. കാരണം പമ്പയിൽ നിന്ന് കൃത്യമായി ബാച്ചുകളാക്കിയാണ് സന്നിധാനത്തേക്ക് ഭക്തരെ വിടുന്നത്. പക്ഷേ മരക്കൂട്ടം മുതൽ ഇങ്ങോട്ടേക്ക് സന്നിധാനം വരെ ക്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായി ഭക്തർ പറയുന്നത്. പലതവണ തങ്ങളെ പല ഘട്ടങ്ങളായിട്ട് പിടിച്ചിടേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. 6 മണിക്കൂറിലധികം അവർ അവിടെ ക്യൂ നിൽക്കേണ്ട സാഹചര്യമുണ്ട് എന്നുള്ളതാണ് പ്രധാനമായി ഭക്തർ പറയുന്നത്. പക്ഷേ നമുക്ക് ഫ്ലൈ ഓവറിലെ കാഴ്ച കാണാം. പലയിടങ്ങളിലും ഒഴിഞ്ഞു കിടക്കുന്ന കാഴ്ച നമുക്ക് സന്നിധാനത്തെ സംബന്ധിച്ച് കാണാം. പക്ഷേ എവിടെയാണ് ഇത്തരത്തിലൊരു പാളിച്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇനി പരിശോധന വേണ്ടതുണ്ട്. കാരണം സന്നിധാനത്ത് വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. പക്ഷേ കാനനപാതയിൽ, അതായത് മരക്കൂട്ടം മുതൽ ഇങ്ങോട്ടേക്ക് സന്നിധാനത്തേക്ക് പല ബാച്ചുകളായി ഭക്തരെ പിടിച്ചു വെച്ചാണ്. സന്നിധാനത്ത് നിന്നുള്ള വിവരങ്ങളാണ്, അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് സോണൽ പങ്കുവെക്കുന്നത്. സന്നിധാനത്തല്ല തിരക്ക് അനുഭവപ്പെടുന്നത്. മരക്കൂട്ടം മുതലുള്ള കാനനപാതയിൽ പലയിടങ്ങളിലായി തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ള റിപ്പോർട്ടാണ്, വിവരമാണ് സോണൽ പങ്കുവെക്കുന്നത്.